നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്ക് ഒരു ലെങ്തി വീഡിയോ നോക്കാം. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് 2 ചോയ്സ് ഇവിടെ വെക്കുന്നതായിരിക്കും. 2 സ്റ്റോണ് ഞാനിവിടെ വെക്കുന്നതായിരിക്കും. 2 ഫയലായിട്ടായിരിക്കും ഞാൻ തിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റോൺ വേണമെങ്കിലും ഏത് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ്സ് ഒരു നമ്മുടെ ട്രഡീഷണൽ ടാരോ കാർഡ്സും ഏഞ്ചൽ കാർഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ക്വസ്റ്റ്യൻ, അല്ല നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗൈഡൻസും ഏഞ്ചൽ ഗൈഡൻസും ടാരോ ഗൈഡൻസും നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫയലിന് വേണ്ടിയിട്ടുള്ള കാർഡ്സ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുവാണ്. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്യുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്യുന്ന വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സൊല്യൂഷനാണ് വേണ്ടത്, അവരുടെ സിറ്റുവേഷന് എന്ത് സൊല്യൂഷനാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് 3 കാർഡ്സ് എടുക്കാം. One, 2 and 3. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്യുന്നവർക്ക് ഉള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കാം. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്യുന്നവർക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്തായിരിക്കുമെന്നും കൂടി നമുക്ക് ഒരു കാർഡ് ഇതിൽ നിന്ന് എടുക്കാം. ഇതാണ് ഫസ്റ്റ് ഫയല്. ദെൻ സെക്കൻഡ് ഫയൽ നമുക്ക് നോക്കാം. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെ ഗൈഡൻസും കൂടി നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇതാണ് സെക്കൻഡ് ഫയല്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയൽ സെക്കൻഡ് ഫയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു സ്റ്റോൺ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. നമുക്ക് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നോക്കാം. സെക്കൻഡ് ഫയൽ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് 2 of Pentacles, 3 of Pentacles and 10 of Pentacles. അങ്ങനെ ഏഞ്ചൽ ഗൈഡൻസ് വന്നിരിക്കുന്നതും കൂടി നമുക്ക് നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. സി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ വ്യൂവേഴ്സ് ഇപ്പം ചോദിക്കുന്നത്. അതായത് മെജോറിറ്റി വ്യൂവേഴ്സ് ചിന്തിക്കുന്നത് ഇവരുടെ 2 സിറ്റുവേഷൻസിനെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. 2 കാര്യം, ഇപ്പം ഈ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയാലും 2 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രൈ ചെയ്യുന്നതിൻ്റെയാണ്, ഈ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 2 of Pentaclesൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ അതിന് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾ എന്നും പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ 3 ഓഫ് പെൻറ്റക്കിൾ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന് ഈ ബാലൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു മൂന്നാമത് ഒരാളുടെ ഒരു സപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഈ ഏഞ്ചൽ കാർഡ്സ് നോക്കുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളൊരു ഹാപ്പി ഫാമിലി, നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, വിഷ് ഫുൾഫിൽമെൻറ്റ് അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഈ 10 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ 2 സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 വ്യക്തികളെ വെച്ചിട്ടായിരിക്കാം, ഏതെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വേണോ വേണ്ടയോ, ഞാൻ ഇന്ന ആളെ ചൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന റിലേഷൻഷിപ്പിലേക്ക് പോയാൽ അത് സക്സസ് ആകുമോ, വർക്കൗട്ട് ആകുമോ എന്നുള്ള ഒരു 2 തരത്തിലുള്ള ചിന്താഗതികൾ ഇപ്പം നിങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മൂന്നാമത് ഒരാളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ എടുത്താൽ ഇതിൽ ഇടയിലുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു അഡ്വൈസ് എടുക്കുന്നതാണ്, മൂന്നാമത് ഒരാളുടെ സപ്പോർട്ട് എടുക്കുന്നത് ആയിട്ടുള്ളൊരു കാർഡാണ്. ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾ ഇതിലെടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏഞ്ചൽ കാർഡും പറയുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. നിങ്ങൾ മടിച്ച് നിൽക്കരുത്, കാരണം ഈ സിറ്റുവേഷൻ നിങ്ങൾ ഇംബാലൻസ്ഡ് ആണ്, നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽറ്റി നേരിടുന്നുണ്ട്. ബട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് എത്തുകയും വേണം. സോ മൂന്നാമത് ഒരാളുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾ ദയവായിട്ട് എടുക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് റിസൾട്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാം മെജോറിറ്റി ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടാവുക. ഒരു നല്ല ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗൈഡൻസ് എടുക്കുമ്പോൾ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഉള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏജിൽ നിങ്ങളെക്കാളും മുതിർന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നമുക്കിനി സെക്കൻഡ് ഫയൽ എടുക്കാം. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു 4 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് സോർഡ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും നിങ്ങളൊരു ഈ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഇമോഷൻ റിലേറ്റഡ്, ഇതും ഒരു ഇമോഷണലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ്. ഐ മീൻ റിലേഷൻഷിപ്പ് റീഡിംഗ് തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഇമോഷൻ അത് നമുക്ക് ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആക്ച്വലി ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് നിലവിലില്ല. അതായത് നിലവിലില്ലെങ്കിലും ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ
ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇതിനെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറ്റാതെ ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നിൽക്കുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും പാസ്റ്റിലുള്ള ഇമോഷൻസിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ്സ് എന്ന കാർഡ് വന്നിരിക്കുന്നത്. ഈ 4 ഓഫ് സോഡ്സ് കാർഡ് ഹീലിങ്ങിൻ്റെ കാർഡാണ്. അതായത് ഏസ് ഓഫ് കപ്സ്, നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു ന്യൂ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ഓഫർ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് നിങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ പഴയ എന്താ പറയുക, പെയിൻഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെ നിങ്ങൾ വിട്ട് കളയുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാതെ വിട്ട് കളയുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറയുന്നത് മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ പ്രെയറാണ്, അല്ലെങ്കിൽ ഹീലിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് ഓവറായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യാതെ, ഈ പാസ്റ്റിനെ പിടിച്ചിരിക്കാതെ റിലീസ് ചെയ്യുക. നിങ്ങൾ റെസ്റ്റിലേക്ക് പോകുക. അതായത് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ നിങ്ങൾ സ്റ്റഡി ആക്കുക, സ്ട്രോങ് ആക്കുക. ഹീലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഹീലിംഗ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ഇത് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ വ്യക്തി പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മുകളിൽ 3 വാള് തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഇയാൾ പ്രെയർ ചെയ്യുവാണ്. ഈ പാസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഇഷ്യൂസ് എല്ലാം ഇയാളിൽ ഇപ്പോഴും ഇയാളുടെ മെൻ്റലി ഇയാളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ സോഴ്സ് എനർജി എല്ലാം ചിന്തകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ ചിന്തകൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ പഴയ ചിന്തകൾ ഇയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രേ ചെയ്യാൻ, പ്രെയർ ഇവിടെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് നിങ്ങളിലേക്ക് ഈ ഒരു ന്യൂ റിലേഷൻഷിപ്പ് കടന്നു വരുള്ളൂ. അപ്പോൾ ഏഞ്ചൽ ഗൈഡൻസ് വന്നിരിക്കുന്നതും മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്നാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊണ്ടുതരും എന്നുള്ളതാണ് ഏഞ്ചൽ ഗൈഡൻസും ഇതിൽ വന്നിരിക്കുന്നത്. ഇതും ഒരു തരത്തിൽ ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ ഈ പാസ്റ്റിനെ പിടിച്ചിരിക്കാതെ, പാസ്റ്റിൽ സംഭവിച്ചതിനെ പിടിച്ചിരിക്കാതെ, വളരെ പോസസീവായിട്ട് സെൽഫിഷായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാതെ, ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഹീലിങ്ങിലേക്ക് കടന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് തന്നെ കൊണ്ടുതരുന്നതായിരിക്കും. അതിന് മെഡിറ്റേഷൻ തന്നെയാണ് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. ഹീലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സൊല്യൂഷനെ എടുക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ റീഡിങ്ങും ഗൈഡൻസും. നിങ്ങൾക്ക് 2 റീഡിങ്ങും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.